ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളൊന്നും ആകാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഫുഡിൻ്റെയും അതേപോലെ തന്നെ ക്ലൈമറ്റിൻ്റെയും ചൂടും ഇങ്ങനെയുള്ള 100 വിഷയങ്ങളുണ്ട്. വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പേര് പറയുന്നതാണ് കുട്ടികൾ ഉണ്ടാവാനായിട്ട് വൈകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നൊരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ റാപ്പിഡ് ഫെർട്ടിലിറ്റി ചെക്കിംഗ് കിറ്റ് ആണ്. അപ്പോൾ ഇത് ഫെർട്ടിലിറ്റി ഉള്ള, അതായത് അണ്ടോത്പാദനം ഉള്ള സമയം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് എന്നാണ് ആ ഒരു ഡേറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് PCOD അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പീരീഡ്സ് ഒരിക്കലും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. ആ ഒരു അവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് എവർടീൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ്. ലേഡീസിന്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ എവർടീന്റെ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ എവർടീൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഫെർട്ടിലിറ്റി ഡേയ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോർണിംഗിൽ വേണം ചെക്ക് ചെയ്യാനായിട്ട്. രാവിലത്തെ യൂറിൻ യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 5 സ്ട്രിപ്സ് ആണ് തരുന്നത്. ഇങ്ങനെ അഞ്ചെണ്ണം ഉണ്ട്. ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് 5 കവറിലായിട്ട് വന്നിരിക്കുകയാണ്. ഇത് 5 എണ്ണം സെപ്പറേറ്റ് കവറിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലീഫ്ലെറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഹൗ ടു യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ റാപ്പിഡ് ഫെർട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ട്രിപ്പും അതുപോലെ തന്നെ ഡ്രോപ്പറും, യൂറിൻ അങ്ങോട്ടേക്ക് ഇടാനുള്ള ഡ്രോപ്പറുമാണ് ഉള്ളത്. ഇതിൻ്റെ അകത്തൊരു S എന്ന് എഴുതിയൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മൾ യൂറിൻ ഇട്ട് കൊടുക്കേണ്ടത്. ആ ഫസ്റ്റ് ഒരു കുഴി പോലെ കാണുന്ന ഭാഗം. പിന്നെ നമ്മുടെ Cയും Tയും എന്നെഴുതിയ ഭാഗമുണ്ട്. ഇതാണ് നമ്മൾ യൂറിൻ ഇടേണ്ട ഭാഗം, ഇങ്ങനെ ഈ സാധനം കൊണ്ട് നമുക്ക് യൂറിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം CT എന്നുള്ള ഏരിയകളുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ റിസൾട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫെർട്ടിലിറ്റി ഡേയ്സ് ആണോ എന്ന് നമുക്കിത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് രാവിലത്തെ യൂറിൻ വേണം ഉപയോഗിക്കാനായിട്ട്. 3 ഡ്രോപ്പ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് CT ഏരിയയിലെ ലൈൻ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ അണ്ടോത്പാദനം പീക്ക് ടൈം ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഫസ്റ്റ് കാണുന്ന ലൈനാണ് C എന്നുള്ള ലൈൻ. പിന്നെ T എന്ന് ഒരു സ്ഥലം കൂടി തൊട്ടടുത്ത് കാണാൻ പറ്റും. നമുക്കിവിടെ Cയിൽ മാത്രമാണ് വര വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കൊരല്പം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ Tയിൽ ലൈൻ വന്നിട്ടില്ല. Tയിൽ ലൈൻ തെളിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ Cയിലെ വരയേക്കാൾ ലൈറ്റായിട്ടാണ് കാണുന്നതെങ്കിലും ഫെർട്ടിലിറ്റി ഇല്ലാത്ത ദിവസമാണെന്നാണ് ഉറപ്പിക്കേണ്ടത്. നമുക്കിവിടെ Cയിൽ മാത്രമാണ് ലൈൻ വന്നിരിക്കുന്നത്. Tയിൽ ലൈൻ കാണിക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈം ഫെർട്ടിലിറ്റി ഇല്ലാത്ത ടൈമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 2 ലൈൻ കൂടി വന്നു കഴിഞ്ഞാൽ, Tയുടെ ഭാഗത്ത് ലൈൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലൈൻ കൂടി വന്നു കഴിഞ്ഞാൽ, നല്ല ഇതേപോലെ കളറിൽ തന്നെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഫെർട്ടിലിറ്റി ഡേ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊന്നും പോയി അതിൻ്റെ ടെസ്റ്റൊന്നും ചെയ്യേണ്ട, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഇരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈൻ പോലും തെളിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് പ്രോപ്പറായിട്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് വാലിഡ് അല്ല എന്ന് മനസ്സിലാക്കാം. നമ്മൾ കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലർക്ക് പീരീഡ്സ് ഒന്നും കറക്റ്റായിട്ട് വരികയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മുടെ ഫെർട്ടിലിറ്റി ഡേയ്സ് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളാകാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ചൊന്ന് ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ
ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ ഈ ഡേയ്സ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും പീരീഡ്സ് വൈകുന്ന പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ എവർടീൻ്റെ റാപ്പിഡ് ഫെർട്ടിലിറ്റി ചെക്കിങ്ങിന്റെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഇത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് വൈകിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ പോവുക, അത് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് നമുക്ക് ആ ഫെർട്ടിലിറ്റിയുടെ ഏറ്റവും പീക്ക് ഡേയ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.